1978 ഡിസംബർ 20-ന് കൊൽക്കത്തയിൽ നിന്നും ലക്നൌവിലേക്ക് 132 യാത്രക്കാരുമായി പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 410 ഹൈജാക്ക് ചെയ്യപ്പെട്ടു. 2 ഭീകരർ വിമാനത്തിന്റെ പൈലറ്റുമാർ ഇരിക്കുന്ന കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറുകയും തുടർന്ന് വിമാനം റാഞ്ചിയതായി അറിയിക്കുകയും ചെയ്തു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതായും തങ്ങൾ നേപ്പാളിലേക്ക് പറക്കുന്നതായും അറിയിക്കാൻ അവർ എയർലൈൻ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. ഭീകരരുടെ ആവശ്യങ്ങൾ കേട്ട് അധികാരികൾ ഞെട്ടി. 1. ജയിലിൽ കഴിയുന്ന ഇന്ദിരാഗാന്ധിയെ വിട്ടയക്കുക. 2. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കുക. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ എം സ്വരാജ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞ വിമാന റാഞ്ചലിന്റെ കഥയാണ് പറഞ്ഞു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം വിമർശനം ഉയർത്തുന്നത്. മാത്രമല്ല CPM പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു താങ്കളെ. അത്തരത്തിലുള്ള പ്രതികരണങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ? അല്ല, ഞാൻ എന്നെ പരിഹസിക്കുന്നതിനൊന്നും മറുപടി പറയാറില്ല. പരിഹാസമൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെയും നിലവാരത്തിന്റെയും ഒരു ബഹിർസ്ഫുരണമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ മറുപടി പറയാറുമില്ല. പൊതുവെ തന്നെ അല്പത്തരങ്ങളോട് പ്രതികരിക്കാനും മറുപടി പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഇതൊക്കെ നമ്മുടെ സമൂഹം ശരിയായി തിരിച്ചറിയുന്നുണ്ട്. ഈ എന്താ പറയുക, വളരെയേറെ ഗൗരവതരമായ ഒരു ദേശീയ പ്രശ്നം ഒരു സാർവദേശീയ പ്രശ്നമാകാനിടയുള്ള ഒരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് കൊന്നു തള്ളിയ ഇന്ത്യയിലെ ഭീകര പ്രസ്ഥാനം ഏതാണ്? ഞാൻ അങ്ങനെ ഇതിന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. അതറിയോ നിങ്ങൾക്ക്? ലോകത്തിൽ ഭീകര സംഘടനകൾ ചിലയിടത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ വിമാനം റാഞ്ചി ഭീകരത സൃഷ്ടിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയുടെ വിമാന റാഞ്ചൽ കഥ അതൊരു ഒന്നൊന്നര കഥയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ അസംബന്ധ നാടകമാണ് 1978 ഡിസംബർ 20-ന് അരങ്ങേറിയത്. ദില്ലിയിലെ പാലം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുത്ത വിമാനമാണ് ആ 2 ഭീകരർ റാഞ്ചിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവങ്ങൾ കണ്ട് വിമാനത്തിലുണ്ടായിരുന്നവർ പകച്ചിരുന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചു നിന്ന എയർലൈൻ ജീവനക്കാരോട് വിമാനം നേപ്പാളിലേക്ക് തിരിച്ചുവിടാൻ റാഞ്ചികൾ ആവശ്യപ്പെടുന്നു. വിമാനത്തിൽ ഇന്ധനം കുറവാണെന്നും